കുഞ്ഞി കുഞ്ഞി കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്ന എൻ്റെ ഒരു കുഞ്ഞു സന്തോഷമാണ് അത്. തമ്പുനയിൽ പറഞ്ഞ ആ കാഴ്ച ഇതല്ല കേട്ടോ, അത് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു, നമ്മുടെ സൊസൈറ്റിയിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അത് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. എപ്പോഴും ഞാൻ വീഡിയോസ് എടുക്കും, പിന്നീടായിരിക്കും വേണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെയാണ് ആ ഒരു പതിവ്. ഇവിടെ വന്ന് കണ്ട കാഴ്ച അയ്യോ, അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു. മേക്ക് ഓവറിൻ്റെ ഒരു വെർഷൻ, ഇങ്ങനെ ഒരു വെർഷൻ ഞാൻ ആദ്യമായിട്ട് കാണുമോ, അതും അത്തപ്പൂവിൽ. നിങ്ങളിങ്ങനൊരു അത്തപ്പൂ കണ്ടിട്ടുണ്ടോ? ഈ കഥകളിയുടെ കണ്ണുകളൊന്ന് നോക്കിക്കേ. അവിടെ വന്നപ്പോൾ രാവിലെ എത്തിയപ്പോൾ നമ്മൾ ക്ലബ് ഹൗസിൽ എത്തിയപ്പോൾ അവിടെ വെച്ചായിരുന്നു സെലിബ്രേഷൻ. എത്തിയപ്പോൾ എല്ലാവരും ഈ അത്തപ്പൂവിന് ചുറ്റും. ഇതാ ഞാനും കരുതി ഇതെന്താണ് കാര്യം എന്ന് നോക്കിയപ്പോഴാണ് ആ അത്തപ്പൂവിൻ്റെ കാഴ്ചകൾ കണ്ടത്. ഇങ്ങനെ നാട്ടിലൊക്കെ ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതാണ് ഞാൻ തമ്പനയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പം ഇവിടെ സെലിബ്രേഷൻ ഇങ്ങനെ ഇവിടെ തുടങ്ങുകയാണ്. മാവേലിയെ പുലികളെയൊക്കെ എതിരേൽക്കാനുള്ള ഒരു ഇതാണ് ഇത്. തൃശ്ശൂരിൽ നിന്നൊക്കെ കൊണ്ടുവന്ന മാവേലി തന്നെ, മാവേലിയല്ല, പുലികളാണ് ഈ കാണുന്നത്. മാവേലിയെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ അവിടെ നിലവിളക്കും കുട്ടികളുടെ ഒരു കുഞ്ഞി പെർഫോമൻസും ഒക്കെ കഴിഞ്ഞിവിടെ നമ്മൾ ഈ പുലികളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ പ്രൊസഷൻ, അതിങ്ങനെ പുറത്തൊന്നുമല്ല, നമ്മുടെ ഒരു കുറച്ച് വലിയൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എല്ലാവരും ഒന്ന് പ്രൊസഷൻ പോലൊക്കെ നടത്തി. പുലികളായിരുന്നു എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാര്യം നമ്മുടെ നാട്ടിലൊന്നും ഉള്ള ഒരു കാഴ്ചയല്ല ഇത്, നമ്മുടെ നാട്ടിൽ ഇല്ലേ ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടാണെന്ന്, അവിടെ ഒന്നും ഇതൊന്നും കാണുന്നതല്ല. ഞാൻ ഈ ടി വിയിലൊക്കെ മാത്രമേ പുലികളിയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത് കാണാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു കാഴ്ച കണ്ട് ഒരു കുഞ്ഞു മോൾ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആരുടെയും പെർമിഷൻ ഇല്ലാതെ കുട്ടികളെ എടുക്കാൻ പാടില്ലെങ്കിലും ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാനൊന്ന് ക്യാമറ ഒന്ന് എടുത്തതാണ്. ഇത് പിന്നെ നമ്മുടെ ജയ്പൂർ സുന്ദരി അറിയാത്ത ആരുമില്ലല്ലോ, നമ്മളോടൊപ്പം തന്നെ നമ്മുടെ ആ കുട്ടി നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അയ്യോ, ഇതൊക്കെ ഈ മേത്തു നിന്നൊക്കെ ദേഹത്തു നിന്നൊക്കെ ഈ പെയിൻ്റൊക്കെ എങ്ങനെ കഴുകിക്കളയും. അപ്പോഴാണ് അറിയുന്നത് ഇവരൊക്കെ അടുത്ത് വരുമ്പോൾ എന്തൊരു പെയിൻറ്റിൻ്റെ മണവാ. കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത്. അത് കഴിഞ്ഞൊരു മെഗാ തിരുവാതിരയായിരുന്നു. ഇവിടെ ഒരു 54 ലേഡീസ് ഉണ്ടായിരുന്നു. അത് നല്ല കാഴ്ചയായിരുന്നു. എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള ആൾക്കാർ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്പൺ സ്പേസിലായിരുന്നുകൊണ്ട് എല്ലാവർക്കും വേണമെങ്കിൽ അവരുടെ ഫ്ലാറ്റിൽ നിന്ന് പോലും കാണാമായിരുന്നു തിരുവാതിര. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഒരു കൂട്ടം കെട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്താണ് ഓണത്തിൻ്റെ സ്പെഷ്യൽ ഓണസദ്യ തന്നെ. ഓണസദ്യക്ക് റിസ്റ്റ് ബാൻഡ് കമ്പൽസറി ആയിരുന്നു. നമുക്ക് നേരത്തെ വാങ്ങി വെക്കണമായിരുന്നു. നമ്മൾ ഓണം പ്രമാണിച്ച് 10 days മോളുടെ അടുക്കലായിരുന്നല്ലോ, ലാസ്റ്റ് വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നല്ലോ. അത് വീഡിയോസ് വെയിറ്റിംഗ് ആണ്, എല്ലാവരും കാണണ്ടേ. പിന്നെ ഇവിടെ
പ്രോഗ്രാം ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിലൊക്കെ കൂടാൻ പറ്റി. പിന്നെ തിരുവാതിരയിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, അതിലൊരു ചെറിയ വിഷമമുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ട്രക്കിൽ രാമേശ്വരം കഫേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് തന്നെ വന്നു. രാമേശ്വരം കഫേ നമ്മളും തമ്മിലുള്ള ബന്ധം വീഡിയോസിലുണ്ട്, നമ്മളത് പറയുന്നതായിരിക്കും. പിന്നീട് വടംവലി MLA വന്നിട്ട് ഈ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനമൊക്കെ ഉണ്ടായിരുന്നു ഈവനിങ് ടൈമിൽ. അതിനൊന്നും ഞാൻ വന്നില്ല, ഞാൻ പോയി ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു കേട്ടോ. പോയി കടന്ന് ഞാൻ സുഖമായിട്ട് ഇറങ്ങി. വീട്ടിൽ പിന്നെ ഗസ്റ്റും ഉണ്ടായിരുന്നു. രാത്രിയിൽ പിന്നെയും വന്നത് ഈ അത്തപ്പൂവിൻ്റെ ഹൈലൈറ്റും പിന്നെ നമ്മുടെ രാമേശ്വരം കഫേ. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമായിരുന്നു, അതാണ് പ്രധാനം. കാര്യം രാവിലെ എന്തൊരു തിരക്കായിരുന്നു ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ആ ഒരു ഫോട്ടോയാണ് നമ്മൾ തമ്പനയിൽ കണ്ടത്. കുട്ടികളുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. കോപ്പിറൈറ്റ് കാരണം പിന്നെ ഞാനൊന്നും അതൊന്നും അതിൻ്റെ പാട്ടൊന്നും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പ്രോഗ്രാം ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടൻ നമുക്ക് വേഗം ഇറങ്ങാം. എല്ലാവരും ഇറങ്ങി കഴിയുമ്പോൾ വീണ്ടും അവിടെ എല്ലാം തിരക്കാവും. എനിക്ക് 2-3 ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വന്ന് കുറേ ഫോട്ടോസ് എടുത്തു. എൻ്റെ ഭയങ്കര എത്തപ്പോൾ ഇങ്ങനെ കണ്ണിലിങ്ങനെ നിൽക്കും. ആ കഥകളിയുടെ കണ്ണുകൾക്ക് എന്തൊരു എന്താ പറയുന്നത്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സൗന്ദര്യം കിട്ടും. അതിങ്ങനെ മൂവി കുട്ടികൾക്കാണ് പ്രധാനം. കുട്ടികൾക്ക് എന്തിനും, നമുക്ക് പോലും എത്ര രസമാണ് ഇപ്പോൾ കുട്ടികളെ പറയണം. പിന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ ഇത് ഇപ്പോൾ ഓർഗനൈസ് ചെയ്ത ആൾക്കാർ തന്നെ ഇത് രാമേശ്വരം അവിടുന്ന് കഫേ അവരത് വിളിച്ചിട്ട് ട്രക്കായിട്ട് അവർ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കഴിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടാ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തിരക്കായിരിക്കും. എനിക്ക് പണ്ട് മിസ്സായ മസാല ദോശ, പൊടി മസാല ദോശ, പൊടി മസാല ദോശ അത് വേണമെന്നും പറഞ്ഞു അപ്പം പുറത്തിയാടി വന്നതാണ്. അപ്പോൾ അന്ന് എന്നോട് ഒരുപാട് കമൻസും എനിക്ക് വന്നു, നിങ്ങളെന്തിനാ ഇങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അത് ഭയങ്കര നെയ്യ്, അത് ഭയങ്കര ടേസ്റ്റ് ഒന്നുമല്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ഓരോരുത്തരുടെ ടേസ്റ്റും ഇല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോർമലി ഞാൻ ഇഡ്ഡലി ദോശ എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ലാത്ത ഒരാളാണ്. വീട്ടിൽ ചെന്നാൽ അമ്മയ്ക്കാണെങ്കിൽ ദോശ, ചേച്ചിയുടെ അടുക്ക ചെന്നാൽ ഇഡ്ഡലി. എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറേ ഇല്ല. പക്ഷേ എനിക്ക് ഇവരുടെ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അയ്യോ, ഇവിടെ വന്നപ്പോൾ ഉണ്ട് നല്ല തിരക്ക്. ഇവിടെ നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓർഡർ ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ അന്നത്തെ വീഡിയോയിൽ അങ്ങനെ നമ്മുടെ ടേൺ വന്നു. ഏട്ടൻ്റെ ആസ് യൂഷ്വൽ പൊടി ഇഡ്ഡലി, എൻ്റെ അതുപോലെ പൊടി മസാല ദോശയാണ് ഞാൻ വാങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം മോളാണ് അത് വാങ്ങിയത്, എനിക്കത് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്രാവശ്യം അത് വാങ്ങി. അങ്ങനെ നമ്മുടെ ടേണിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരു ഇടിയും വാങ്ങിക്കാതെ ഇവിടെ വന്നിരുന്ന സമാധാനമായിട്ട് കഴിക്കാമല്ലോ. അത്താഴം വീട്ടിലുണ്ടായിരുന്നെങ്കിൽ രാവിലെ ഞാൻ ഏട്ടനോട് പറഞ്ഞു, വേണ്ടട്ടാ നമുക്കിന്ന് ഇവിടുന്ന് തന്നെ കഴിക്കണം. അങ്ങനെ ഏട്ടൻ്റെ ആദ്യം വന്നത് ഏട്ടൻ്റെ ഇഡ്ഡലിയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മസാല ദോശയും വന്നു. നീ പറഞ്ഞറിയിക്കണ്ടായില്ല. അപ്പോൾ ബാംഗ്ലൂരിൽ വരുന്നവർ ഈ രാമേശ്വരം കഫേ ഒന്ന് ട്രൈ ചെയ്തിട്ടേ പോകാവുള്ളേ. അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായാലും ഇങ്ങനെ ഒരു അത്തപ്പൂ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ട് കാണും, അതാ ഞാൻ തമ്പനയിലും അങ്ങനെ കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇതുവരെ എന്നെ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്ത് നിർത്തിയതിന് തന്നെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഈ മസാല ദോശ, നമ്മുടെ നാട്ടിലെ ആ മസാല ദോശ എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിൻ്റെ നടുക്ക് മാത്രം ഇത്തിരി മസാല അങ്ങനെയല്ലല്ലോ. ഇത് വലിപ്പം വളരെ കുറവാണ് കണ്ടോ. ഇതിനകത്ത് വളരെ കുറച്ച് സ്റ്റഫിങ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ?